العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. Today we are understanding about modern world. In the last lesson you read about the developments during the Renaissance which brought many changes in the European society. യൂറോപ്യൻ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ റിനൈസൻസിനെ പറ്റി നിങ്ങൾ പഠിച്ചു. എക്സ്ട്രാ-ഓർഡിനറി അക്കംപ്ലിഷ്മെൻറ്റ്സ് were made in the field of science. ശാസ്ത്ര മേഖലയിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. പീപ്പിൾ റിജക്റ്റഡ് ബ്ലൈൻഡ് ഫെയ്ത്ത്. അന്ധവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ജനങ്ങൾ എതിർക്കുകയും നിരീക്ഷണ പരീക്ഷണങ്ങളുടെ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. The coming of the printing press created political awareness about new values and ideas like liberty. ഈ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി പുസ്തക വായന കൂടിയതോടുകൂടി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ചിന്താഗതികൾ വ്യാപിക്കുകയും ജനങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളൊക്കെ മനസ്സിലാകുകയും ചെയ്തു. പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഇൻ മെനി കൺട്രീസ് ഓഫ് യൂറോപ്പ് ലെഡ് ദ അഡ്വഞ്ചേഴ്സ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യം, രാജാക്കന്മാരുടെ സഹായം ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് പുതിയ നാവികയാത്രകളും കടൽ റൂട്ടുകളുമൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടാവുകയുണ്ടായി. Missionaries ventured into new domains to spread Christianity, and merchants brought in goods from different parts of the world. മിഷണറികൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യാത്ര പോവുകയും കച്ചവടക്കാർ അവർക്ക് പുതിയ ഉൽപ്പന്നങ്ങളും ഒക്കെ കണ്ടെത്താൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യാത്ര ചെയ്യുകയും ചെയ്തു. The time was right for technological changes. സാങ്കേതികപരമായ മാറ്റങ്ങൾ, യന്ത്രങ്ങളിലുള്ള എല്ലാ മാറ്റങ്ങൾ വരുന്ന ഒരു കാലമായി ഈ വ്യവസായ വിപ്ലവം, അതിനൊപ്പമുള്ള ഈ ഭയങ്കര ചേഞ്ചായിട്ട് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്സിനെയൊക്കെ വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോയി. Let us now read about the impact of the Industrial Revolution. അതുപോലെ ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കൊളോണിയലിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. ആഫ്രിക്കയിലുണ്ടായ സാമ്രാജ്യത്വം, ഏഷ്യയിൽ വന്ന കൊളോണിയൽ ഭരണം, അതുപോലെ ബ്രിട്ടൻ്റെ ഒക്കെയുള്ള സാമ്രാജ്യത്വ രീതികളൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ ലോകമഹായുദ്ധങ്ങളെപ്പറ്റിയും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഉമമുൽ മുത്തഹിദ എന്ന് പറയുന്ന നമ്മുടെ ഐക്യരാഷ്ട്രസഭയെ പറ്റിയും പഠിക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അത് കൊണ്ടുവന്ന ചേഞ്ചസ്, അതുപോലെ ഇന്നൊവേഷൻസ്, അതുപോലെ അതിൻ്റെ സമൂഹത്തിൽ എന്തെല്ലാം സ്വാധീനം ചെലുത്തി എന്ന് കണക്കാക്കാം. സാമ്രാജ്യത്വം വളരാനും കൊളോണിയലിസം വളരാനും എന്താണ് കാരണം അത് മനസ്സിലാക്കുക. അതുപോലെ ആഫ്രിക്ക, ഏഷ്യ ഇവിടേക്കുള്ള ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ഇതിൻ്റെ മാറ്റങ്ങൾ ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ലോകമഹായുദ്ധം നടന്ന കാരണങ്ങൾ, എന്തിനാണ് ഐക്യരാഷ്ട്രസഭ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പോകുന്ന കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ്. ഇത് ഒന്ന് എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന ഭാഗത്ത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. സമൂഹത്തിൽ സാമൂഹികമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഒരു 1750 മുതൽ 1850 വരെയുള്ള കാലഘട്ടമാണ് ഈ യുഗം എന്ന് പറയാം. 1750 മുതൽ 1850 വരെ വളരെ ഡ്രമാറ്റിക് ചേഞ്ചസ് ആണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. വലിയ സാമൂഹിക മാറ്റങ്ങൾ വന്നു, വലിയ കണ്ടുപിടുത്തങ്ങൾ വന്നു, ഫാക്ടറി സിസ്റ്റം വന്നു. ആളുകൾ അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ചിട്ട്
കമ്പോളങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം റോ മെറ്റീരിയലൊക്കെ ഒരു സ്ഥലത്ത് എത്തിക്കുകയും തൊഴിലാളികളെ അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഫാക്ടറി സിസ്റ്റം വന്നു. കൃഷി ചെയ്തിരുന്ന ആളുകളൊക്കെ നഗരങ്ങളിലേക്ക് പുതിയ ജോലികൾ കണ്ടെത്താൻ വേണ്ടി ചേക്കേറാൻ തുടങ്ങി. ഇതെന്തുകൊണ്ടാണ് ഈ നഗരവൽക്കരണം വന്നതെന്ന് ചോദിച്ചാൽ, കച്ചവടക്കാർ റോ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുകയും വീടുകളിലെത്തിക്കുകയും ചെയ്യുന്ന രീതി കൊണ്ട് മാത്രം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയില്ല. വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ അതിന് കുറച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സിസ്റ്റം മാറി മാർക്കറ്റുകൾ കൂടുതൽ ആവശ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഫാക്ടറികൾ 18-ാം നൂറ്റാണ്ടിൽ ഫാക്ടറികൾ വന്നു. ആളുകൾ തികയാതെ വന്നപ്പോൾ പുതിയ യന്ത്രങ്ങൾ വന്നു. ജോലിക്കാർക്ക് കൃത്യമായ വേതനം നിശ്ചയിക്കുകയും അതുപോലെ ഉൽപ്പന്നങ്ങൾ മെഷീൻ മെയ്ഡ് ആയ ഉൽപ്പന്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. പഴയ ഒരു സ്പിന്നിങ് മെഷീനാണ് ഇവിടെ കാണുന്നത്. ബ്രിട്ടനിൽ വ്യവസായ വിപ്ലവം തുടങ്ങുന്നത് സ്റ്റീം പവർ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ആരാണ്? 1769 ജെയിംസ് വാട്ടാണ് സ്റ്റീം എൻജിൻ കണ്ടുപിടിക്കുന്നത്. 1769. 1733 ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിക്കുകയുണ്ടായി. ഈ വസ്ത്രം ഉൽപ്പാദന രംഗത്ത് ഈ ഫ്ലൈയിങ് ഷട്ടിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നു. വലിയൊരു പുരോഗതിയാണ് ഫ്ലൈയിങ് ഷട്ടിൽ കൊണ്ടുവന്നത്, ജോൺ കെ കണ്ടുപിടിച്ച ഫ്ലൈയിങ് ഷട്ടിൽ. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെയധികം പുരോഗമിക്കുകയും സ്പിന്നിങ് വീൽ, സ്പിന്നിങ് ജെന്നി, അതുപോലെ മൾട്ടിപ്പിൾ സ്പൂൾസ് ഓഫ് ത്രെഡ്, കുറേ നൂല് ഒരുമിച്ച് തുന്നുന്ന അങ്ങനെയൊക്കെയുള്ള പുതിയ യന്ത്രങ്ങൾ കണ്ടെത്തുകയും കോട്ടൺ ടെക്സ്റ്റൈൽസൊക്കെ ഇൻഡസ്ട്രിയിലെ പ്രധാന ഇനമായിട്ട് കോട്ടൺ ടെക്സ്റ്റൈൽസ് മാറി. ഒരുപാട് അയൺ, കോൾ ഇതൊക്കെ ഉണ്ടായതും ഒരു പ്രധാന ഫാക്ടറാണ്. ബ്രിട്ടീഷുകാർ പുരോഗമിക്കുന്നതിൽ അവിടെ ബ്രിട്ടനിൽ കോൾ, അയണൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെയിൽ, റോഡ്, സ്റ്റീംഷിപ്പ് ഇതൊക്കെ, പിന്നെ മറ്റു റോഡുകൾ, കനാലുകൾ ഇതൊക്കെ നിർമ്മാണം നടന്നതോടുകൂടി ഇംഗ്ലണ്ട് കൂടുതൽ പുരോഗതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി വന്നു, പെട്രോൾ എൻജിൻ ഇതൊക്കെ വന്നതോടുകൂടി കൂടുതൽ പുരോഗതി വന്നു. ബ്രിട്ടനെ എല്ലാവിധ സാമ്പത്തികമായി പുരോഗമിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. 1850 ബ്രിട്ടൻ നല്ല വ്യവസായികമായി ഒരു പുരോഗമിച്ച് ഉന്നത ശ്രേണിയിലുള്ള ഒരു രാജ്യമായി മാറി. ഈ ഇംഗ്ലണ്ടിൻ്റെ പുരോഗതി ലോകത്താകമാനം ഇതറിയപ്പെട്ടു. 1830 ശേഷം ഫ്രാൻസും 1850 ശേഷം ജർമ്മനിയും അതുപോലെ സിവിൽ വാറിന് ശേഷം അമേരിക്കയും ഈ പുരോഗതിയെ പിന്തുടർന്ന് അവരും വലിയ രാജ്യങ്ങളായി മാറാൻ തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇംഗ്ലണ്ടിലെ പുരോഗതിക്ക് സഹായിച്ച ഒരുപാട് ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത്, കൃഷിയുടെ പുരോഗതിക്ക് സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സീഡ് പ്ലാന്റിംഗ് ഡ്രില്ല് എന്ന ഉപകരണം. വിത്ത് പാകുന്ന ഉപകരണം കണ്ടുപിടിച്ചത് ജെത്രോ ടൂൾസിൻ്റെ സീഡ് പ്ലാന്റിംഗ് ഡ്രില്ലാണ് അവർക്ക് ഒരുപാട് കൃഷി നടത്താൻ വേണ്ടി സഹായിച്ചത്. വലിയ വേസ്റ്റേജ് ഇല്ലാതെ കൃഷി ചെയ്യാൻ അത് അവരെ സഹായിച്ചു. 1760-നും 1830-നും ഇടയിൽ വെച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി 1000 നിയമങ്ങൾ ഉണ്ടാക്കി. 1000 എൻക്ലോഷർ ആക്ട്സ് by which the lands which had earlier belonged to the community were combined into large areas.
ആ സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ഒരു വെളിയാളമായിട്ട് അതിൻ്റെ മാറ്റത്തിന് സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ മാറ്റി എഴുതുകയുണ്ടായി, ഭൂപരിഷ്കരണ നിയമം പോലെ. ഇതെല്ലാം സഹായിച്ചു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇംഗ്ലണ്ടിൽ കൂടി. പക്ഷേ ഇതേ സമയം ജനങ്ങൾക്ക് ഭൂമി കുറവായിരുന്നു ഇംഗ്ലണ്ടിൽ. കുറച്ച് ആളുകൾക്കാണ് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനൊക്കെ പറ്റിയിരുന്നുള്ളൂ. കാരണം ഫാക്ടറി ഉൽപ്പന്നങ്ങൾക്കും പൊതു കമ്പോളങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള പ്രയാസം കാരണം ചില ആളുകൾ സിറ്റികളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കാൻ തുടങ്ങി ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിൽ വളരെ വില കുറഞ്ഞ രൂപത്തിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. ഇത് കുറച്ച് താഴേക്കിടയിലുള്ള ആളുകളെ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിൽ വേറെയും കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്. കച്ചവടം ചെയ്യാനുള്ള എല്ലാ തടസ്സങ്ങളും അവരുടെ ഗവൺമെൻറ് നീക്കിക്കൊടുത്തു. അതിനുവേണ്ടി കുറേ നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇംഗ്ലണ്ട് വാസ് ഏബിൾ ടു ക്യാപ്ചർ ദ ഓവർസീസ് മാർക്കറ്റ്സ് പ്രൈമർലി വിത്ത് ദ ഡെവലപ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ അവർക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏത് നാട്ടിലേക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിച്ചിരുന്നു. അതുപോലെ ഗവൺമെൻറ് കച്ചവട മേഖലയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാതെ സ്വതന്ത്രരാക്കി വിടുകയും അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികമായി ഒരുപാട് മുന്നേറാൻ അവർക്കതുകൊണ്ട് സഹായിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയായിട്ട് അവർ കാണുന്നത് കൂടുതൽ കയറ്റുമതിയും കുറച്ച് ഇറക്കുമതിയുമാണ്. ആ തത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇംഗ്ലണ്ടും മുന്നോട്ട് പോയത്. ഇതെല്ലാം നേടാൻ ഫസ്റ്റ് ഇംഗ്ലണ്ട് ആവാൻ കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ ഒന്നാമത്തെ കാരണം ഇംഗ്ലണ്ടിന് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു നേട്ടമുണ്ടായിരുന്നു. ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്. ഒരു നദികളാൽ ചുറ്റപ്പെട്ട കടലിൻ്റെ അടുത്തുള്ള ഒരു ദ്വീപ് പോലെയായിരുന്നു ഇംഗ്ലണ്ട് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്, ഐസൊലേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ്. ഈ ഒറ്റപ്പെട്ട അവസ്ഥയുടെ പോസിറ്റീവ് വശമാണ് അവർ കൂടുതൽ പുരോഗതി നേടാനും അവരുടെ ബിസിനസ് ഉഷാറാവാനും വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും അവർക്ക് ഇതൊക്കെ സഹായിച്ചു. അതുപോലെ ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പന്നങ്ങളൊക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസ് ഇതൊക്കെയാണ് കൂടുതൽ സഹായിച്ചത്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയതുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ ഒന്നാമത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഒരുപാട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പുരോഗമിച്ചത് ഒരുപാട് പുതിയ കണ്ടെത്തലുകൾക്ക് സഹായിച്ചു. മറ്റു രാജ്യങ്ങളെപ്പോലും താല്പര്യമുള്ളവരാക്കുന്ന രൂപത്തിൽ ഇംഗ്ലണ്ടിൽ തന്നെ മാർക്കറ്റിൽ തന്നെ ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഈ ബ്രിട്ടൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ ഇംഗ്ലണ്ടിലെ വർക്കേഴ്സ് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു നിയമം ബ്രിട്ടൻ പാസ്സാക്കി. പുറത്ത് അവരുടെ കച്ചവട തന്ത്രങ്ങൾ ലീക്ക് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ആരും പുറത്തേക്ക് പോകരുത് എന്നൊരു നിയമം അവർ കൊണ്ടുവന്നു. അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കച്ചവട തന്ത്രങ്ങൾ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെയൊക്കെ കച്ചവട തന്ത്രങ്ങൾ അവർ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് 1789 സാമുവൽ സ്ലാറ്റർ സ്ലിപ്പ്ഡ് ഔട്ട് ഓഫ് ഇംഗ്ലണ്ട് ടു അമേരിക്ക. സ്ലാറ്റർ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലേക്ക് പോവുകയും ഈ ബ്രിട്ടീഷിൻ്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ നോളജൊക്കെ അദ്ദേഹം കൈവശപ്പെടുത്തി. അതുമായി അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ന്യൂസൊക്കെ അദ്ദേഹം അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഇതുപോലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ
അമേരിക്കയിൽ തുടങ്ങാനാണ് അദ്ദേഹം വിചാരിച്ചത്. ആർക്രൈറ്റാണ് ഫാദർ ഓഫ് ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. ആർക്രൈറ്റിനെ പറ്റിയാണ്. ആർക്രൈറ്റ്. അതുപോലെ ഹൗസ് മെഷീനറി, വീട് നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടതും സ്പിന്നിങ് മോളുകൾ, ഇതൊക്കെ കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്റ്റൺ ആണ്. അതുപോലെ എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് ആദ്യമായിട്ട് വാട്ടർ ഡ്രൈവൺ പവേർഡ് ലൂം ഇൻവെൻറ്റ് ചെയ്തത്. അങ്ങനെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രിൻറ്റിങ്, ബ്ലീച്ചിങ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രികൾ, ഡൈയിങ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ പുരോഗമിച്ച് വന്നു. അതുപോലെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്തുള്ള ഒരു മില്ലിൽ സന്ദർശിക്കുക. എന്തെല്ലാം വർക്കുകൾ അവിടെ നടക്കുന്നു എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നു, എന്തെല്ലാം ജോലികൾ അവർ ചെയ്യുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ നേരിടുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നിങ്ങൾക്കുള്ള വർക്ക്. ഇങ്ങനെ ടെക്നോളജിക്കൽ ചേഞ്ച് ലോകത്താകമാനം, ഗതാഗത സൗകര്യങ്ങൾ കൂടി, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ കൂടി, അതുപോലെ പെട്രോളിയം, സ്റ്റീൽ ഇൻഡസ്ട്രീസൊക്കെ കൂടി വന്നു. അതുപോലെ ട്രേഡ് റൂട്ടുകൾ കണ്ടെത്തിയതോടുകൂടി എല്ലാവർക്കും പരസ്പരം ന്യൂസുകൾ കൈമാറാനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിച്ചു. ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ കൂടുകയും പിന്നെ മറ്റു രാജ്യങ്ങളെ പിടിച്ചടക്കുക എന്നുള്ള രൂപത്തിലേക്ക് താല്പര്യങ്ങൾ വന്നു. അങ്ങനെയാണ് കൊളോണിയൽ താല്പര്യങ്ങൾ, ഇമ്പീരിയൽ താല്പര്യങ്ങളൊക്കെ വരുന്നത്. സാമ്രാജ്യമാവുക, മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ള താല്പര്യങ്ങളിലേക്ക് പിന്നീട് പോവുകയാണ്. അങ്ങനെ മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാനും അവരുടെ രാജ്യത്തുള്ള റോ മെറ്റീരിയൽസ്, അതുപോലുള്ള സാധനങ്ങൾക്ക് ചീപ്പ് ലേബർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണ്. ഇത്തരം മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇമ്പീരിയലിസ്റ്റ് എക്സ്പാൻഷൻ ഒക്കെ വരുന്നത്. അതുപോലെ ലോകമഹായുദ്ധങ്ങളൊക്കെ വരുന്നത്, കോളനികൾ വരുന്നത്. ഇതൊക്കെ നമ്മളിനി പിന്നീട് പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തെ കോളനിയാക്കുമ്പോൾ ആ രാജ്യം ഇന്ത്യയെ കോളനിയാക്കി ഇന്ത്യയിലെ വിഭവങ്ങൾ കൊണ്ട് ഇംഗ്ലണ്ട് പുഷ്ടിപ്പെടാൻ നോക്കും. അപ്പോൾ ഇന്ത്യ എതിർക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരും, സ്വാതന്ത്ര്യ സമരങ്ങൾ വരും. ഇതൊക്കെ ഈ മനുഷ്യൻ്റെ ആർത്തി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരെ പുരോഗതിയായിരുന്നെങ്കിലും പിന്നീട് കൂടുതൽ ലാഭം നേടുക എന്നുള്ള രൂപത്തിലേക്ക് മനുഷ്യൻ പോയപ്പോൾ അത് പലതരത്തിലുള്ള അതിക്രമങ്ങളിലേക്കും നയിച്ചു. സ്റ്റീം എൻജിൻ്റെ കണ്ടുപിടുത്തം നോക്കൂ. അനദർ മേജർ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ്, മറ്റൊരു വലിയ നേട്ടം സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഈവൻ ദ ഏർലിയർ ഡിവൈസസ് വെർ ഇംപ്രൂവ്ഡ് അപ്പോൺ ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു മെഷീൻസ് ആസ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ഹാഡ് ഇൻക്രീസ്. ഇതിൻ്റെ കണ്ടെത്തലോടുകൂടി ഒരുപാട് വ്യവസായങ്ങൾ വർദ്ധിച്ചു. അതുപോലെ ഇനോർമസ് പവർ വാസ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ. ഇതിൻ്റെ പ്രൊഡക്ഷന് ഒരുപാട് ആവശ്യങ്ങൾ വന്നു. തോമസ് ന്യൂ കോമൺ എന്ന് പറയുന്ന ആൾ 1705 ഇത് നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. 1764 ജെയിംസ് വാട്ടാണ് ഇതിൻ്റെ സ്റ്റീം എൻജിൻ്റെ കൂടുതൽ പുരോഗമനപരമായ കാര്യങ്ങൾ, അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തത്. തണുത്ത വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഓഫ് കോൾഡ് വാട്ടറിൻ്റെ ചേംബർ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ടെക്നോളജിയുടെ ഒരു യുഗം പിന്നീട് ഇതുമൂലം ഉണ്ടായി. അതുപോലെ സ്റ്റീം എൻജിൻസും റീപ്ലേസ്ഡ്. പണ്ടുണ്ടായിരുന്ന ട്രാക്ടർ എൻജിൻസ്, പഴയകാല മെഷീൻസിനൊക്കെ സ്റ്റീം എൻജിൻ റീപ്ലേസ് ചെയ്തു. സ്റ്റീം എൻജിൻ വന്നപ്പോൾ അത് മെയിൻ എൻജിൻ അതായി മാറി, മെയിൻ ഉപകരണം അതായി മാറി. പഴയകാല ഉപകരണങ്ങളെയൊക്കെ അത് റീപ്ലേസ് ചെയ്തു. റെയിൽവേ ലൈനുകൾ ആവശ്യമായി വന്നു. സ്റ്റീം എൻജിൻ്റെ പ്രവർത്തനത്തിന് റെയിൽവേ ലൈനുകൾ ആവശ്യമായി വന്നു. അതുപോലെ അപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജികൾ വികസിച്ചു. അതിനു വേണ്ടിയുള്ള ഇൻഡസ്ട്രികൾ വ്യാപിച്ചു. അങ്ങനെ നദികളിലൂടെ
കൂടുതൽ കാലം കടലിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ട്രെയിൻ വേണം, റെയിൽവേ വേണം എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. ഈ കോൾ ആൻഡ് അയൺ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.